മരുമോനിസം എന്നുള്ളൊരു പേര് എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ കോയിൻ ചെയ്യപ്പെടുന്നത്? ഇങ്ങനൊരു സിനാരിയോ കൂടെ കേരള രാഷ്ട്രീയത്തിലുണ്ട്. അത് നമ്മൾ കാണാൻ റിയാസിനെയും പാലോളിയെയും ഒന്നും ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും കമ്പയർ ചെയ്തിട്ടല്ല പറയുന്നത്, തുടർച്ചയുമല്ല. മുഹമ്മദ് റിയാസ് ആദ്യത്തെ ടേമിൽ തന്നെ അധികാരത്തിൽ എക്സിക്യൂട്ടീവ് പവറിലേക്ക് കയറി വരുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനെയാണ് ആളുകൾ പിന്നെ അതിൻ്റെ മറ്റുള്ളവർ പല വഴി താണ്ടി വരേണ്ട ഒരു പൊസിഷനിലേക്ക് നേരെ അങ്ങനെ അതിലൊരു പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ആദ്യത്തെ ടേമിൽ നിന്ന് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ എക്സിക്യൂട്ടീവ് പവറിലേക്ക് വന്ന എത്രയോ നേതാക്കൾ നമ്മുടെ മുമ്പിലുണ്ട്, എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അവർക്കാർക്കും ഈ വിമർശനത്തിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, ഈ വിമർശനം അവർക്കാർക്കും നേരിടേണ്ടി വരുന്നില്ല. എൻ്റെ പോയിന്റ് ഇവിടെ ഞാനൊന്നുകൂടി ക്ലിയർ ചെയ്യാം. മുഹമ്മദ് റിയാസ് ഉണ്ട്, ഇപ്പുറത്ത് ഷാഫി പറമ്പിലുണ്ട്. ഇവരുണ്ടാകും, ഇവർ CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റിയിലെത്താം, മന്ത്രിസഭയിലുണ്ടാകും, ഷാഫിയും അതുപോലെയുള്ള വലിയ പൊസിഷനിലേക്ക് എത്താം. പക്ഷേ അവർ ഉമ്മൻചാണ്ടി ആകണമെങ്കിൽ, അവർ VS അച്യുതാനന്ദനോ പിണറായി വിജയനോ ആകണമെങ്കിൽ ഈ ഇക്വേഷൻ മതിയാവില്ല.